ഇൻസോംനിയ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടക്ക സ്റ്റേജൊക്കെ എനിക്കുണ്ടായിരുന്നു കൊറോണേൻ്റെ സമയത്തൊക്കെ. ആം, അതിന്ന് ഞാൻ റിക്കവറായിട്ട് വന്നതാണ്. എനിക്കത് ഒരു പ്രോബ്ലം ആയിരുന്നില്ല. പക്ഷേ സ്ലീപ്പ് ഡെപ്രിവേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ ഒരു മനുഷ്യന് താങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അപ്പം തന്നെ ഗൂഗിൾ എടുത്തു, കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ, സ്വെല്ലിങ് സംഭവിക്കുമോ നോക്കുമ്പം ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് സ്വെല്ലിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതിൽ എഴുതിയിട്ടുണ്ട്. സ്പോട്ടിൽ ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ ഇങ്ങനെ ഒരു സാധനമുണ്ട്, നാളെ വരുമെന്ന് പറഞ്ഞു. നാളെ ചെന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പം തന്നെ ഡോക്ടർ അത് കട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ഈ മെഡിസിൻ കഴിച്ചാൽ നിങ്ങളുടെ ചുമ മാറും. കാരണം ഈ 2 ദിവസം കൊണ്ട് എനിക്ക് ചുമ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ ഒരു 22 മണിക്കൂറും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എങ്ങനെ ചുമയ്ക്കും? പക്ഷേ എൻ്റെ വൈഫൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ റെസ്റ്റ് ഞാൻ എടുക്കുന്നത് കൊണ്ട് എൻ്റെ ചുമ കുറയുകയാണ്. സോ അതാണ് കാര്യം. അപ്പോൾ ചുമ മാറുന്നുണ്ട്, ഉറങ്ങിയാലും കുഴപ്പമില്ല, ചുമ മാറുമല്ലോ എന്നാണ് എൻ്റെ ഫാമിലി മുഴുവൻ വിചാരിച്ചത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് വേറൊരു മരുന്ന് നോക്കാം. എന്നിട്ട് വേറൊരു മരുന്ന് തന്നു. ഇതിൽ മാറുമെന്ന് എനിക്ക് ഉറപ്പില്ല, ആ മരുന്ന് കഴിച്ചോളൂ. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടി സെഡേഷനുള്ളൊരു സാധനമായിരിക്കും. അതായത് ഒരു സ്റ്റെറോയിഡ് കണ്ടൻ്റ് ഉള്ളൊരു ടാബ്ലറ്റ്. ഞാൻ പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല, എനിക്കിത് മാറിയാൽ മതി. അങ്ങനെ ആ മരുന്ന് ഞാൻ കഴിച്ചു. ഒരു 7 ദിവസം ഞാൻ കഴിച്ചു. 7 ദിവസം കണ്ടിന്യൂസ്ലി ഞാൻ ഉറങ്ങി. പിന്നെ ഞാൻ എണീക്കാത്ത അവസ്ഥയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും. ഞാൻ പറഞ്ഞല്ലോ, രാത്രി കാലങ്ങളിൽ ഞാൻ കിടക്കുമ്പോൾ എനിക്ക് ശ്വാസം ഇല്ലാതെ ഞാൻ ഞെട്ടി എഴുന്നേറ്റ് ശ്വാസം കിട്ടാതെ ഞാൻ വലിക്കുമ്പോൾ എൻ്റെ മോനും എൻ്റെ ഭാര്യയും അടുത്തുണ്ടാവും. പക്ഷെ അവരൊന്ന് വിളിക്കാൻ എനിക്ക് പറ്റില്ല. ശ്വാസം വലിക്കും. എപ്പോഴെങ്കിലും എനിക്ക് ചെറുതായിട്ട് ബ്രീത്ത് കിട്ടും. അതിൽ തന്നെ എനിക്ക് ഓക്സിജൻ്റെ അളവ് തിരിച്ചറിയാൻ പറ്റും. ഓക്സിജൻ കിട്ടുന്നില്ല. അങ്ങനെ അത്യാവശ്യം ഒന്ന് ഓക്കെ ആവുന്നു എന്ന് തോന്നും. എല്ലാം ഞാൻ കിടക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഡോറിനോട് ചേർന്ന് കിടക്കുകയായിരിക്കും, ചിലപ്പോൾ തിരിഞ്ഞ് കിടക്കുകയായിരിക്കും. ഞാൻ എങ്ങനെയെങ്കിലും ഒരു പൊസിഷൻ കിട്ടിയിട്ട് അതിൽ ഞാൻ ഉറങ്ങുകയാണ് ചെയ്യുക. ഇത് ഓരോ ദിവസവും കാണുമ്പം പലപ്പോഴും ഞാൻ മെല്ലെ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇവൾ എന്നെ നോക്കിയിരിക്കുന്നുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവളുടെ വിഷമം ആരോട് പറയാൻ പറ്റും? കാരണം ഞാൻ ഫ്ലാറ്റിൽ താമസിക്കാൻ, വീട് പണി നടക്കുന്നു എന്നുള്ളത് കൊണ്ട് അച്ഛനും അമ്മയും ഞാനും കുഞ്ഞനും വൈഫും ഞങ്ങൾ 5 പേരുമാണ് ഈ ഒരു ചെറിയ ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അപ്പം എൻ്റെ പ്രശ്നം അച്ഛനോടും അമ്മയോടും പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായ ആളുകളാണ്, അവർക്ക് കൂടുതൽ വിഷമാവും. കുഞ്ഞിനോട് പറയാൻ പറ്റില്ല. സോ അവളുടെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും അവൾ ഒറ്റയ്ക്കാണത് സഹിക്കുന്നത്. ഞാനാണെങ്കിൽ മരുന്ന് കഴിച്ച് കിടക്കുക. പക്ഷേ ഈ കിടക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഉറങ്ങല്ല, നമ്മൾ തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഉറക്കം വരുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതായത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളുടെ ശരീരം തളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് ഞാൻ തിരിച്ചറിയണം. ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പലതവണ. അതായത് ഇൻസോംനിയ എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച്, സ്ലീപ്പ് ഡെപ്രിവേഷൻ എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച്, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യനുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പലതവണ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ അനുഭവിക്കുന്ന ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇൻസോംനിയ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടക്ക സ്റ്റേജൊക്കെ എനിക്കുണ്ടായിരുന്നു കൊറോണേൻ്റെ സമയത്തൊക്കെ. അതിന്ന് ഞാൻ റിക്കവറായിട്ട് വന്നതാണ്. എനിക്കത് ഒരു പ്രോബ്ലം ആയിരുന്നില്ല. പക്ഷേ സ്ലീപ്പ് ഡെപ്രിവേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ ഒരു മനുഷ്യന് താങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. അതെന്തുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ താങ്ങിയത് ഞാനൊരു റാഷണലിസ്റ്റ് ആയതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു എന്നല്ലേ? അതായത് നിങ്ങളോട് ഞാൻ അത്തരത്തിലുള്ള കഥകൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഈ ഒരു ചാനലില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, ഞാൻ ഇതിനൊക്കെ പറയുമ്പോൾ ഞാൻ ആ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഞാൻ അനുഭവിച്ച ആ ഒരു ട്രോമയിലേക്ക് ഞാൻ എത്തുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ എന്നാലും എനിക്കിത് പറഞ്ഞേ പറ്റൂ. ആ ഒരു അവസ്ഥ ഞാൻ ഓവർകം ചെയ്തത്, ഞാൻ പറഞ്ഞില്ലേ, സ്ലീപ്പ് ഡെപ്രിവേഷൻ എന്ന് പറയുന്ന അവസ്ഥ ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട്.
അതായത് കണ്ടിന്യൂസ്ലി നമ്മൾ ഉറക്കം നമ്മുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ പല ഭാഗങ്ങളും ഒരു പരിധിയിൽ കൂടുതലായിട്ട് പ്രവർത്തിക്കാനും ശ്രമിക്കും. ചില ഭാഗങ്ങൾ തളർന്നു പോവുകയും ചെയ്യും. പ്രത്യേകിച്ചും അമിഗ്ദല പോലുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള പ്രഷർ എന്ത് സംഭവിക്കും, നമ്മളിൽ കുറേ ഹാലുസിനേഷൻസ് ഉണ്ടാക്കും. അങ്ങനെയാണ് ഈ കുട്ടികൾ പഠിക്കുമ്പോൾ, അതായത് 2-3 ദിവസമൊക്കെ ഉറക്കം കളഞ്ഞിട്ട് പഠിക്കുന്ന കുട്ടികളിലാണ് കൂടുതലും, പ്രത്യേകിച്ച് ഈ ഹോസ്റ്റൽസിലൊക്കെ പ്രേതങ്ങളെ കണ്ടു, ആത്മാക്കളെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. കണ്ടിന്യൂസ്ലി 2 ദിവസം സുഖമായിട്ട് ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഹോസ്റ്റലിലെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ എന്നെ വിളിച്ചു പറഞ്ഞ 10ൽ കൂടുതൽ അനുഭവങ്ങൾ, അതിലത്തെ സെലക്റ്റീവായിട്ടുള്ള ചിലതാണ് ഞാനതിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും പലരും എന്നെ വിളിക്കും, ചേട്ടാ അങ്ങനെ ഒരു സാധനം ഉണ്ട്, എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയാമെന്ന് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഞാനൊരിക്കലും ഒരു മേൽപ്പാടൻ നമ്പൂതിരിയൊന്നുമല്ല. ഒരു ഇന്ന സ്ഥലത്ത് പ്രേതമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് വരാനും പിന്നെ പ്രേതത്തെ ഒഴിപ്പിക്കാനും അനുഭവങ്ങൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ആ അനുഭവങ്ങൾ അതിൽ തന്നെ യുക്തി കണ്ടെത്തിയിട്ടുണ്ട് കുറേ. ഞാൻ നമ്മളുടെ ഈ സീരീസ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരാൾക്ക് 2 രീതിയിൽ യുക്തിവാദിയാവാം. ഒന്ന്, ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് ശീലിച്ചിട്ട്, അതായത് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് യുക്തിവാദിയാവാം. 2, നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവം കൊണ്ട് നമുക്ക് യുക്തിവാദിയാവാം. നിങ്ങൾ ഒരു യുക്തിവാദിയാണ് എങ്കിൽ, നിങ്ങളുടെ അച്ഛനും അമ്മയും പറഞ്ഞു കേട്ടിട്ടാണ് നിങ്ങൾ യുക്തിവാദി ആയത് എങ്കിൽ അതിനൊരു ബേസ് ഇല്ല. അതേസമയം നിങ്ങൾ തിരിച്ചറിഞ്ഞ സത്യങ്ങളിലൂടെയാണ് നിങ്ങൾ യുക്തിവാദി ആയത് എങ്കിൽ അതിനൊരു ബേസ് ഉണ്ടാവും. എത്ര വലിയ സിറ്റുവേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാലും നിങ്ങളതിനെ യുക്തിയോടുകൂടി കാണാൻ ശ്രമിക്കൂ, നിങ്ങളതിനെ ക്ലിയർ ആക്കൂ. എൻ്റെ അനുഭവമാണത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞാനും അവനും വളരെ ചെറുപ്പം മുതൽ നല്ല സുഹൃത്തുക്കളാണ്. അവൻ ഒരു യുക്തിവാദിയാണ്. സോ കോൾഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് യുക്തിവാദികളാകുന്നവർ. അതായത് അച്ഛൻ യുക്തിവാദി ആയതുകൊണ്ട് മകൻ യുക്തിവാദിയായി പോകുന്നു, അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മകൻ കമ്മ്യൂണിസ്റ്റുകാരനാകുന്നു, അച്ഛൻ മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് മകൻ മമ്മൂട്ടി ഫാൻ ആവുന്നു എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ. അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു വിശ്വാസമില്ലായ്മ, അതാണ് കറക്റ്റ്. സോ അന്നേ എന്നെ കളിയാക്കുന്ന ഒരു കൂട്ടം ആളുകളിൽ ഒരാളായിരുന്നു അവൻ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്രയും ദൈവവിശ്വാസമുള്ള ഒരു ഫാമിലിയിലാണ് വളർന്നത്. സ്റ്റിൽ ആ ഒരു ഫാമിലിയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നതും. എൻ്റെ ചെറുപ്പം മുതലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളാണ് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത്. അമ്മേൻ്റെ ഏറ്റവും ഫേവറേറ്റാണ്. ഗുരുവായൂർ അമ്പലത്തിൽ എങ്ങനെ പോയാലും ഒരു 500-ൽ കൂടുതൽ തവണ ഞങ്ങൾ പോയിട്ടുണ്ടാവും. 500 തവണ ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഒരു കൊല്ലത്തിൽ 2 മാസത്തിൻ്റെ ഇടയിൽ എന്തായാലും ഗുരുവായൂർ അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അമ്മയ്ക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നതിന് ശേഷം എൻ്റെ സൗകര്യത്തിന് വേണ്ടി മാത്രം അമ്മ കോംപ്രമൈസ് ചെയ്യണം. അമ്മയൊക്കെ കൊണ്ടുപോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയെപ്പോലെ ഇതിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ പോവും. ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ തറവാട് പോലെയായിരുന്നു. വേറെ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഞങ്ങളെ കൈ പിടിച്ച് നടത്തുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഞങ്ങളോട് പറയുന്ന, എവിടെന്നെങ്കിലും വഴിതെറ്റിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ മഞ്ചാടി വാരണ സ്ഥലമുണ്ടല്ലോ, അവിടെ വന്ന് നിന്നാൽ മതി, അച്ഛനും അമ്മയും അവിടെ എത്തും. ആ വിശ്വാസത്തിൽ 4 പേര് 4 വഴിക്ക് പോവുക. ഞാനും എൻ്റെ ചേച്ചിയും ഒരു വഴിക്ക്, അച്ഛനും അമ്മയും വേറൊരു വഴിക്ക്. എന്നിട്ട് ഏകദേശം മിസ്സായി എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഓടിച്ചെന്ന് ഈ മഞ്ചാടി വരുന്ന സ്ഥലത്ത് പോയിട്ടിരിക്കും. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ചേച്ചി അങ്ങോട്ട് വരും, അച്ഛനും അമ്മയും അങ്ങോട്ട് വരും. വേറെ ഏതെങ്കിലും സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഉറപ്പായിട്ടും ചീത്ത വെക്കും, കാണാതായിപ്പോയി എന്നാണ്. ഗുരുവായൂർ ചെന്ന് കാണാതായി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രോബ്ലമേ ഇല്ല. സോ അത്രത്തോളം വിശ്വാസങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഈ ഏകാദശി, ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച എന്നൊക്കെ പറഞ്ഞുള്ള പല സാധനങ്ങളും എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും. എൻ്റെ വീട്ടിൽ പണ്ട് ജാക്കി എന്ന് പറയുന്നൊരു അൽസേഷൻ നായ ഉണ്ടായിരുന്നു. ജർമ്മൻ ഷെപ്പേർഡല്ല, നാടൻ അൽസേഷൻ ക്രോസ്. ഈ ഡോഗ് പോലും ഏകാദശി നോറ്റിട്ടുണ്ട്. അമ്മ അഭിമാനത്തോടു കൂടി അമ്മ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏകാദശി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാവം അത് പുഴുക്കൊക്കെയാണ് കഴിക്കുക. അപ്പം അത്രയും ഉള്ളൊരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അങ്ങനൊരു ഫാമിലിയിൽ നിന്ന് നമ്മൾ
ഈ എൻ്റെ വിശ്വാസങ്ങൾ, ഞാൻ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള വിശ്വാസങ്ങൾ, അതിൽ എന്തൊക്കെ ശരിയുണ്ട്, എന്തൊക്കെയാണ് തെറ്റ് എന്ന് തിരിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. ഇതൊന്നുമില്ലാത്ത നമുക്ക് യുക്തിപരമായിട്ട് വളരാൻ സ്പേസ് ഉള്ളൊരു സ്ഥലമാണെങ്കിൽ അവിടെ വളരുന്നതൊരു വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായോ? കാരണം ചുറ്റുമുള്ളത് അന്ധവിശ്വാസങ്ങളാണ് എന്ന് നമുക്ക് എന്താ പറയുക, ബ്രീത്ത് ചെയ്യാനുള്ള സ്പേസിലാണ് നമ്മൾ വളരുന്നത്. എന്നാൽ ആ വിശ്വാസങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് നമ്മൾ റിയാലിറ്റി തിരിച്ചറിയുന്നു എന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തത് വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്, വലിയൊരു കാര്യമായിട്ട്. ഇപ്പം എൻ്റെ മോൻ വളർന്നു വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് അവനെ ഞാനൊരു യുക്തിവാദിയായിട്ടല്ല വളർത്തുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് അയച്ചു. അവൻ്റെ മകളുടെ ഓഡിയോ ആണ്. ദൈവം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഓഡിയോ എനിക്ക് അയച്ചു തന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ടിട്ട് ചിരിയാവുന്നു. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അവൻ ചിലപ്പോൾ അത് കേൾക്കുന്നുണ്ടാവും, എന്നാലും പറയാം. ആ കുട്ടിക്ക് അറിയുപോലുമില്ല എന്താണ് ഞാനില്ല എന്ന് പറഞ്ഞത്. അതായത് ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയ പോലും ഇല്ലാത്തൊരു സാധനം ഇല്ല എന്നാണ് ആ കുട്ടി പറയുന്നത്. അതായത് അച്ഛൻ പറഞ്ഞതിന് അന്ധമായി വിശ്വസിച്ചിട്ട് ആ കുട്ടി റിപ്ലൈ ചെയ്യുന്നു. അതിലെനിക്ക് യോജിപ്പില്ല. പക്ഷേ അന്ധവിശ്വാസങ്ങളൊരു കുട്ടിയിൽ കുത്തി നിറയ്ക്കുന്നതിനും എനിക്ക് യോജിപ്പില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോൻ്റെ കാര്യം. എൻ്റെ മോനെ വളരെ ചെറുപ്പം മുതലേ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടല്ല ഞാൻ വളർത്തുന്നത്. അവനെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ പറിച്ചെടുക്കാൻ പറ്റുന്നവയല്ല, അത് എത്രയോ കിലോമീറ്ററുകൾ, എത്രയോ ലൈറ്റ് ഇയേഴ്സ് ദൂരെ നിൽക്കുന്ന വസ്തുക്കളാണെന്നും അതിൻ്റെ പ്രകാശമാണ് നമ്മൾ കാണുന്നതെന്നൊക്കെ അവനറിയാം. വളരെ ചെറുപ്പം മുതലേ അവനറിയാം. ആ ചെറുപ്പം മുതലേ തന്നെ ഇടി വെട്ടുന്നത് എങ്ങനെയാണ്, മിന്നലുണ്ടാകുന്നത് എങ്ങനെയാണെന്നൊക്കെ അവൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം അവനോട് ചോദിച്ചാലും, ഇപ്പം അവനെയും കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാലും ആകാശത്ത് ജൂപ്പിറ്റർ കണ്ടാലും, വീനസ് കണ്ടാലും, പൊളാരിസ് കണ്ടാലും, ഓറിയോൺ കണ്ടാലും, പിന്നെ ബെറ്റൽ ജ്യൂസ് കണ്ടാലും ഒക്കെ അവനറിയാം. എൻ്റെ ഭാര്യ അത്ഭുതത്തോടു കൂടി നോക്കും അവനെങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. ഈ ജൂപ്പിറ്ററും പിന്നെ വീനസും തമ്മിൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്. ഞാൻ പറഞ്ഞാൽ അതിൽ നമുക്കതിൻ്റെ പ്രകാശം മാത്രം മതി തിരിച്ചറിയാൻ. പിന്നെ അതിൻ്റെ നിൽക്കുന്ന സ്ഥലങ്ങൾ, ഇത് ഓരോ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. ആ സമയങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അവൾ ഇതൊന്നും എങ്ങനെയാണ് പോസിബിൾ ആവുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു സ്വരം മൂളി കൊടുക്കും. ആ സ്വരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയും സാ ആണെന്ന്. എന്നെ സംബന്ധിച്ച് സാ ആയാലും രീ ആയാലും ഗാ ആയാലും ഒക്കെ ഒരേപോലെയാണ്. പക്ഷെ അവളെ സംബന്ധിച്ചിട്ട് സാ മൂളിയ സാ അവൾ പറയും, ഗാ മൂളിയ ഗാ പറയും. സോ അത് അവളുടെ ടാലൻ്റാണ്. ഇത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ ഒരു ടാലൻ്റാണ്, അത്രയേ ഉള്ളൂ. ഇതെൻ്റെ മോനിലേക്ക് ഞാൻ പകർന്നു കൊടുത്തു. അതേസമയം അവൻ എൻ്റെ അടുത്ത് ചോദിക്കും, അച്ഛാ ദൈവം ഉണ്ടോ? ഞാൻ അവനോട് പറഞ്ഞു, അച്ഛനറിയില്ല. ഒരു കാര്യം ചെയ്യൂ, കുട്ടിയുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ദൈവം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ അത് വിശ്വസിച്ചോളൂ. ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് വിശ്വസിച്ചോളൂ. ഞാൻ അങ്ങനെയാണ് എൻ്റെ കുട്ടിയെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അവനൊരു യുക്തിവാദിയാണെന്ന് നാലാൾക്കാരെ മുമ്പിൽ കാണിക്കുന്നത് കൊണ്ട് അവനിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതേപോലെ പ്രേതത്തിന് പേടിയാണ്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ പ്രേതമുണ്ടോ? ഞാൻ പറയടാ, നീ ഇരുട്ടത്ത് പോകും. ഇരുട്ടത്ത് പോയിട്ട് എപ്പോഴെങ്കിലും നീ ഒരു പ്രേതത്തിനെ കാണുകയാണെങ്കിൽ പേടിച്ചോ. ഇല്ലയെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രേതം നിൻ്റെ അടുത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നീ പേടിക്കണ്ട. എൻ്റെ കുട്ടി ഒറ്റയ്ക്ക് ഇരുട്ടത്ത് മൂത്രമൊഴിച്ച് തിരിച്ചു വരും. അവനങ്ങനെ ഒരു പ്രശ്നമേ അല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചില ഗ്രാഫിക്സൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് അവൻ പേടിക്കും. അപ്പം ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യം ഉണ്ടെടാ, അച്ഛനും ഈ ചെറിയ പ്രായത്തിൽ പേടിച്ചിട്ടുണ്ട്. പേടി എന്ന് പറയുന്ന വികാരം നമുക്ക് അനുഭവിക്കണമെങ്കിൽ അത് ഈ പ്രായത്തിൽ പറ്റും. ഇന്ന് ഞാൻ പേടിക്കാൻ കൊതിക്കുന്നുണ്ട്. ഒരു സിനിമ കണ്ട് പേടിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ പേടി വരുന്നില്ല. എന്തു ചെയ്യും? അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും ഒരു കുട്ടി ചെറുപ്പത്തിൽ ഉണ്ടാവാൻ പാടില്ല. പേടി വേണം, ഭക്തി വേണം. എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു പാട്ട് പാടുമ്പോൾ, ദൈവത്തിന് വേണ്ടിയിട്ടൊരു പാട്ട് പാടുമ്പോൾ, ഒരു ഡിവോഷണൽ സോങ് പാടുമ്പോൾ ഭക്തിയോടുകൂടിയാണ് ഞാൻ പാടുക. ആ ഒരു ഇമോഷൻ എനിക്ക് അറിയാൻ പറ്റിയില്ലെങ്കിൽ അതെൻ്റെ കഴിവുകേട് മാത്രമാണ്. ഈ മനുഷ്യനായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമല്ലേ ഭക്തി കിട്ടുള്ളൂ. ബഹുമാനം എന്താണെന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ മനുഷ്യനായിട്ട് നമ്മൾ ജീവിക്കണം. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ഇമോഷൻസ് നമ്മൾ പഠിച്ചിട്ടാണ് നമ്മളിവിടെ വരെ എത്തിയത്. അത് നമ്മുടെ കുട്ടിക്ക് നമ്മൾ നിഷേധിക്കുന്നത് അതെന്തായാലും ആ കുട്ടിയിലേക്ക് നമ്മൾ കൊടുക്കുന്നൊരു അന്ധവിശ്വാസമാണ്. അതല്ല, എല്ലാ ഇമോഷൻസും അവർ അനുഭവിക്കണം. സോ ഇങ്ങനത്തെ ഒരു ലൈഫിൽ നിന്നുമാണ് ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. അതുകൊണ്ട് മാത്രമാണ് സ്ലീപ്പ് ഡെപ്രിവേഷൻ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ എനിക്ക് തന്നിട്ടുള്ള ചില അനുഭവങ്ങളിൽ നിന്നും ഞാൻ സർവൈവ് ചെയ്തത്.